الذي خلق فسوى والذي قدر فهدى نحمده ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة أيها الناس اتقوا الله عباد الله أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم وأنفقوا في سبيل الله ولا تلقوا بأيديكم إلى التهلكة وأحسنوا إن الله يحب المحسنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي ബഹുമാന്യരായ സഹോദരങ്ങളെ, സർവശക്തനും സർവലോക നിയന്താവുമായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിതം നയിക്കണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ ഖുർആനും തിരുദൂതരുടെ സുന്നത്തും പഠിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവരായി ജീവിച്ച് ഈമാനോടുകൂടി മരണം വരിച്ച് ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മനസ്സും അവൻ്റെ ശരീരവും മർമ്മപ്രധാനമാണ്. മനസ്സിൻ്റെ നന്മയും മനസ്സിൻ്റെ വളർച്ചയും ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ ശരീരത്തിൻ്റെ സംരക്ഷണവും അതിൻ്റെ ആരോഗ്യത്തിൻ്റെ സംരക്ഷണവും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ്. അള്ളാഹു മനുഷ്യർക്ക് നൽകിയിട്ടുള്ള അതിപ്രധാനമായ അനുഗ്രഹങ്ങളിലൊന്നാണ് ആരോഗ്യമുള്ള മനസ്സും ശരീരവും നൽകിയിരിക്കുന്നു എന്നുള്ളത്. പടച്ചറബ് നൽകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചാൽ അത് നിങ്ങൾക്ക് എണ്ണിക്കണക്കാക്കുക സാധ്യമല്ല. ആ അതിപ്രധാനമായ അനുഗ്രഹങ്ങളിൽ ഒന്നാണ് നമ്മുടെ ആരോഗ്യമെന്നത്. രോഗമില്ലാത്ത അവസ്ഥക്കാണല്ലോ ആരോഗ്യം എന്ന് പറയുക. അതേത് സന്ദർഭത്തിലും നഷ്ടപ്പെട്ടു പോകാവുന്നതാണ്. അതുകൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള അതിമഹത്തായ ഒരു അനുഗ്രഹമെന്ന നിലക്ക് ആ കാര്യത്തിൽ നന്ദിയുള്ളവരായി ജീവിക്കുകയും അത് നഷ്ടപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കാൻ ഇസ്ലാം ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങളെ ശ്രദ്ധിക്കുകയും ചെയ്യുക എന്നത് അതിപ്രധാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തദാവു ഇബാദല്ലാഹ് മാ അൻസലല്ലാഹു മിൻ ദാഇൻ ഇല്ലാ വഖദ് അൻസല ലഹു ശിഫാഅ. അള്ളാഹുവിൻ്റെ അടിമകളെ, നിങ്ങൾ രോഗത്തിന് ചികിത്സ നടത്തണം. കാരണം അള്ളാഹു ഏതൊരു രോഗത്തെ ഇറക്കിയിട്ടുണ്ടോ അതിനൊക്കെയും അള്ളാഹു മരുന്നും സംവിധാനിച്ചിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ അള്ളാഹു അനുവദിച്ചു തന്നിട്ടുള്ള ചികിത്സാ മാർഗങ്ങളെ തേടിക്കൊണ്ട് ആരോഗ്യത്തിൻ്റെ സംരക്ഷണം വിശ്വാസിയുടെ ബാധ്യതയാണ്. കാരണം റസൂലുള്ളാഹി പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനിൽ ലഈഫ് വഫീ കുല്ലിൻ ഖൈർ. ശക്തനായ ഒരു വിശ്വാസി എന്നത് അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടവനാണ്, ആരെക്കാൾ? ദുർബലനായ വിശ്വാസിയേക്കാൾ. അതുകൊണ്ട് ശരീരത്തിൻ്റെ ആരോഗ്യവും മനസ്സിൻ്റെ ആരോഗ്യവും കാത്തു സൂക്ഷിച്ച് അള്ളാഹുവിൻ്റെ ഇബാദത്ത് പൂർണ്ണാർത്ഥത്തിൽ മനസ്സാന്നിധ്യത്തോടെ ശരീരത്തെ മുഴുവൻ അതിൽ പങ്കാളിയാക്കി എനിക്ക് നിർവഹിക്കാൻ സാധിക്കണമെന്ന ആഗ്രഹവും പ്രാർത്ഥനയും മുഅ്മിനിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം. നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു തിരുവചനമാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്, നിഅമതാനി മഗ്ബൂൻ
യസ്തഗ്നു ഫീഹിമാ കസീറും മിനൻ നാസ് അസ്സിഹ വൽ ഫറാഗ്. രണ്ട് അനുഗ്രഹങ്ങളുടെ കാര്യത്തിൽ ബഹുഭൂരിഭാഗം ആളുകളും നഷ്ടത്തിലാണ്. ഏതൊക്കെയാണത്? ഒന്ന് ഒഴിവു സമയവും മറ്റൊന്ന് ആരോഗ്യവുമാണ്. ആരോഗ്യം നഷ്ടപ്പെടുമ്പോഴാണ് അതിന്റെ വില നമ്മൾ തിരിച്ചറിയുന്നത്. ഒഴിവ് കഴിഞ്ഞിട്ട് ജോലി തിരക്കുകൾ വരുമ്പോഴാണ് ഒരിത്തിരി നേരം വിശ്രമിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവുക. അതുകൊണ്ട് ഈ രണ്ട് മഹത്തായ അനുഗ്രഹങ്ങളും നമ്മുടെ കൂടെയുണ്ടാകുന്ന സന്ദർഭത്തിൽ പരമാവധി ഉപയോഗപ്പെടുത്തി അള്ളാഹുവിന്റെ തൃപ്തി നേടാനുള്ള ശ്രമമാണ് മുഅ്മിനുകളിൽ നിന്ന് ഉണ്ടാകേണ്ടത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഉസാമത്ത് ബിൻ ശരീഖ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട ഹദീസ് നമുക്കിങ്ങനെ കാണാം. ഉതീതു നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഅസ്ഹാബുഹു കഅന്നമ അലാ റൂസിഹിം അത്വയ്ർ. ഞാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. ആ സമയത്ത് പ്രവാചകന്റെ അനുയായികൾ അവിടുത്തെ ആ സവിധത്തിൽ ഇരിക്കുന്നുണ്ട്. എങ്ങനെ? കഅന്നമ അലാ റൂസിഹിം അത്വയ്ർ, അവരുടെ തലയിൽ പക്ഷി ഇരിക്കുന്ന പോലെ. അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ സഹാബത്ത് ദീനിന്റെ മജ്ലിസിൽ അങ്ങനെയാണ് ഇരുന്നിരുന്നത്, തലയിൽ പക്ഷികൾ ഇരിക്കുന്ന പോലെ. എന്ന് പറഞ്ഞാൽ സാഗൂതം ശ്രദ്ധിക്കുക എന്നർത്ഥം. ഉറക്കം തൂങ്ങിക്കൊണ്ടല്ല, ക്ഷീണവും അതുപോലെയുള്ള ഉറക്കച്ചടവുകളും പ്രകടിപ്പിച്ചുകൊണ്ടല്ല, മറിച്ച് ദീനിന്റെ ഒരു സദസ്സിലിരിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഖുർആനും റസൂലിന്റെ സുന്നത്തും കേൾക്കുന്ന ഒരു സദസ്സിലിരിക്കുമ്പോൾ പക്ഷി തലയിലിരിക്കുന്ന പോലെ, തല കുലുക്കിയാൽ അനക്കിയാൽ പക്ഷി പാറിപ്പോകുമല്ലോ എന്ന ശ്രദ്ധയോടുകൂടി ഇരിക്കുന്ന പോലെ സാഗൂതം ശ്രദ്ധിച്ചിരിക്കണമെന്നാണ് ഈ സ്വഹാബി പറയാം. റസൂലിന്റെ മുമ്പിലേക്ക് ഞാൻ ചെന്നപ്പോ തലയിൽ പക്ഷികൾ ഇരിക്കുന്ന പോലെയാണ് സഹാബത്ത് അവിടുത്തെ മുന്നിലിരിക്കുന്നത്. അങ്ങനെ ഫസല്ലംതു സുമ്മ ഖഅദ്തു, ഞാൻ അവിടേക്ക് കയറി ചെന്ന് സലാം പറഞ്ഞു, ഞാൻ അവിടെ ഇരുന്നു. ഫജഅൽ അഅറാബി മിൻ ഹാ ഹുനാ വഹാ ഹുനാ ഫഖാലു യാ റസൂലല്ലാഹ്. ആ സന്ദർഭത്തിൽ ഒരു ഗ്രാമീണവാസി കടന്നു വരികയും റസൂലിന്റെ മുമ്പിൽ ഒരു ചോദ്യം ഉന്നയിക്കുകയും ചെയ്യുന്നു. അന തദാവാ ഫഖാൽ തദാവൗ ഫഇന്നല്ലാഹ അസ്സ വജല്ല ലം യളഅ ദാഅൻ ഇല്ലാ വളഅ ലഹു ദവാൻ ഗൈറ ദാഇൻ വാഹിദ്. റസൂലിനോട് ചോദിച്ച സംശയം, ഞങ്ങൾ മരുന്ന് ഉപയോഗിക്കാമോ എന്നാണ്, ചികിത്സകൾ നടത്താമോ എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു ഏതൊരു രോഗത്തിനും മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ചികിത്സ സ്വീകരിക്കണം, ഒരൊറ്റ രോഗത്തിനൊഴികെ. ഏതാണത്? വാർദ്ധക്യമാകുന്ന രോഗം. അത് മനുഷ്യന് ചികിത്സിച്ച് സുഖപ്പെടുത്താൻ സാധിക്കുന്നതല്ല. മരണത്തിന്റെ കവാടത്തിലേക്ക് കാലെടുത്തു വെക്കുന്ന സാധാരണയുള്ള ജീവിതത്തിന്റെ അവസാന ഘട്ടം, അത് തീർച്ചയായും ഒരു മരുന്ന് കൊണ്ടും ചികിത്സിക്കാൻ സാധിക്കാത്തതാണ്. അതല്ലാത്തതിനെല്ലാം നിങ്ങൾക്ക് ചികിത്സാ മുറകൾ സ്വീകരിക്കാൻ സാധിക്കും. റബ്ബ് അതിനൊക്കെ സംവിധാനങ്ങൾ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദീൻ അവിടെ പഠിപ്പിക്കുന്ന ഓരോന്നും ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് വളരെ പ്രാധാന്യമുള്ളതാണ്. കുളിക്കണമെന്ന് പഠിപ്പിച്ചിട്ടുള്ള മതം, വസ്ത്രം ധരിക്കണമെന്ന് പഠിപ്പിച്ച പോലെ കുളിക്കണമെന്ന് പഠിപ്പിച്ചുള്ള ഒരു മതം, വൃത്തിയുള്ളവരാകണമെന്ന് പഠിപ്പിച്ചുള്ള ഒരു മതം. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇല സ്വലാത്തി ഫഗ്സിലൂ വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് വംസഹൂ ബിറൂസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ വഇൻ കുൻതും ജുനുബൻ ഫത്വഹറൂ. വളരെ കൃത്യമാണ്. നമസ്കാരത്തിന് വേണ്ടി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖവും കൈകളൊക്കെ കഴുകണം, അഥവാ വുളൂവിന്റെ രൂപം. മുട്ടുൾപ്പെടെ കൈ കഴുകണം, നിര്യാണി ഉൾപ്പെടെ കാല് കഴുകണം എന്നൊക്കെ പഠിപ്പിച്ചു. അതിന്റെ കൂടെ പറഞ്ഞു, നിങ്ങൾ സ്ഖലനമുള്ളവരാണെങ്കിൽ വൃത്തിയുള്ളവരാകണം, കുളിക്കണം എന്നർത്ഥം. അതുപോലെ തന്നെ ദാമ്പത്യത്തിലെ ശാരീരിക ബന്ധവുമായി ബന്ധപ്പെട്ടിടത്തും അവിടെയും കൽപ്പിച്ചു കുളിക്കണം, വൃത്തിയുണ്ടാകണമെന്ന് പഠിപ്പിച്ചു. അതുമായി ബന്ധപ്പെട്ട നിരവധി വചനങ്ങൾ വുളൂവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. മുമ്പൊരു ഖുതുബയിൽ അത് സൂചിപ്പിക്കുകയുണ്ടായി. നഖത്തിന്റെ അടിയിൽ നിന്ന് വരെ പാപങ്ങൾ കൊഴിഞ്ഞു വീഴാൻ കാരണമാകുന്നതാണ് വുളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. വൃത്തിയും ശുദ്ധിയും കാത്തു സൂക്ഷിക്കുകയും ആരാധനയ്ക്ക് വേണ്ടി മനസ്സാന്നിധ്യത്തോടുകൂടി സന്നദ്ധമാവുകയും ചെയ്യുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഉള്ളും പുറവും പരിശുദ്ധമാക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ മനുഷ്യ ജീവിതത്തിൽ പരിശുദ്ധ ഇസ്ലാം നിശ്ചയിച്ചിട്ടുള്ള ഹറാമുകൾ, ആ ഹറാമുകൾ എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും മനുഷ്യന് കുഴപ്പം വരുത്തുന്നതാണ്. ഇഹത്തിലും പരത്തിലും അവന് കുഴപ്പമുണ്ടാക്കുന്നതാണ്. ഒന്ന്, ലഹരി വസ്തുക്കൾ, മദ്യമുൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ. ഒരു നന്മയും ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. മഹാമറൽ അഖൽ,
ബുദ്ധിയുടെ ശരിയായ പ്രവർത്തനത്തെ അത് തടസ്സപ്പെടുത്തുന്നു എന്നതോടൊപ്പം അവന്റെ ലിവർ ഉൾപ്പെടെയുള്ള അവയവങ്ങൾക്ക് മുഴുവൻ ദോഷം വരുത്തുന്നതാണ്. നമുക്കറിയാം ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത് ആരോഗ്യത്തെ നശിപ്പിക്കുന്നു, സമ്പത്തിനെ നശിപ്പിക്കുന്നു, കുടുംബജീവിതത്തിലെ സമാധാനത്തെ നശിപ്പിക്കുന്നു. അതുപോലെ തന്നെ വ്യഭിചാരം, വിവാഹം ഒരു കുടുംബ വ്യവസ്ഥക്ക് അസ്ഥിവാരമിടുന്നുവെങ്കിൽ ആ കുടുംബ വ്യവസ്ഥയെ, സമൂഹത്തിന്റെ സമാധാനത്തെ തകർക്കുന്നതാണ് സിന, വ്യഭിചാരം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ആ തിന്മകൾ മനുഷ്യന്റെ ആരോഗ്യത്തെയും മനുഷ്യന്റെ കുടുംബജീവിതത്തെയും മനുഷ്യന്റെ സംസ്കാരത്തെയും നശിപ്പിക്കുന്നതാണ് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് വൃത്തിയുള്ളവരായി ആരോഗ്യമുള്ളവരായി ജീവിക്കാൻ സഹായകമാകുന്നതാണ് പരിശുദ്ധ ദീൻ പഠിപ്പിക്കുന്ന ഓരോ നിർദ്ദേശവും എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഉറക്കം അള്ളാഹു വെച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. ഏതൊരു യന്ത്രവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന് വിശ്രമം ആവശ്യമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉറക്കമെന്നത് മതപരമായ ഒരു ബാധ്യതയായിട്ട് ഇസ്ലാം പഠിപ്പിച്ചു. വജഅൽനാ നൗമക്കും സുബാത, ഉറക്കിനെ നിങ്ങൾക്കൊരു വിശ്രമമാക്കി തന്നിട്ടുണ്ട്. ഉറങ്ങേണ്ടുന്ന സമയത്ത് ഉറങ്ങണം. കാരണം ശരീരത്തിന്റെ മെറ്റബോളിസം, അതിന്റെ ഉപാപചയ പ്രവർത്തനങ്ങൾ കൃത്യമായി നടക്കണമെങ്കിൽ ഉറക്കം ആവശ്യമാണ്. ഉന്മേഷമുള്ളവനായിരിക്കണം സത്യവിശ്വാസി. ഇബാദത്തുകൾ ചെയ്യുമ്പോൾ മനസ്സാന്നിധ്യമുണ്ടാകണം, ഉണർവുണ്ടാകണം. അതിന് ഉറക്കം അനിവാര്യമാണ്. പുതിയ തലമുറയിൽ നമുക്കറിയാം, സാമൂഹ്യ മാധ്യമങ്ങളിലെ അമിതമായ ഇടപെടലുകൾ പലപ്പോഴും വൈകി ഉറക്കം ഒരു ശീലം നമ്മളിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉണർന്നെഴുന്നേൽക്കുന്നതും പലപ്പോഴും വൈകിപ്പോകുന്നു. വിശ്വാസിക്ക് ഊർജവും ഓജസ്സവും നൽകുന്ന കാര്യങ്ങൾ പഠിപ്പിക്കുന്ന കാര്യത്തിൽ വിശുദ്ധ ഖുർആൻ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്. പ്രഭാതത്തിന് മുമ്പുള്ള നമസ്കാരം അഥവാ രാത്രി നമസ്കാരം. ഇന്ന നാശിഅത്തൽ ലൈലി ഹിയ അശദ്ദു വത്അൻ വഅഖവമു ഖീല. രാത്രി നമസ്കാരം 2 ഗുണങ്ങൾ നിങ്ങൾക്ക് നൽകും. 1, നിങ്ങൾക്കത് ഉന്മേഷം നൽകും. 2, നിങ്ങളുടെ വാക്കത് നേരെയാക്കും, അഥവാ നിങ്ങളുടെ ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുന്നതാണ്. ആ 2 ഗുണങ്ങൾ എപ്പോഴും ഉന്മേഷവാരാകാൻ ആഗ്രഹിക്കുന്നുവോ രാത്രി നമസ്കാരം ശീലമാക്കലാണ്. അതിലൂടെ ആരോഗ്യത്തിന്റെ സംരക്ഷണമാണ്, ഈമാനികമായ ഉണർവാണ് ഒരു സത്യവിശ്വാസിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഉറക്കത്തിന്റെ കാര്യം, നേരത്തെ ഉറങ്ങുന്ന ശീലം, മക്കളെ നേരത്തെ ഉറങ്ങാൻ ശീലിപ്പിക്കുന്നത്, രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ ശീലിക്കുകയും കുടുംബത്തെ അങ്ങനെ ശീലിപ്പിക്കുകയും ചെയ്യൽ വിശ്വാസിയുടെ ബാധ്യതയാണ്. അതേപ്രകാരം തന്നെ ആരോഗ്യത്തിന് ഹാനികരമാകുന്ന വിധത്തിൽ അടുക്കളയുടെ ഉപയോഗം തടയുന്നു പരിശുദ്ധ ഇസ്ലാം. നോക്കൂ, ഒരൊറ്റ രംഗവും ഇസ്ലാം കൈവക്കാത്തതായിട്ടില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കാതെ പോയിട്ടില്ല. അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോ പാത്രങ്ങളൊക്കെ മൂടി വെക്കണം. കുടിവെള്ളത്തിന്റെ പാത്രം ഉണ്ടല്ലോ, അത് അടച്ചു വെക്കണം. അഥവാ അടുക്കളയിലെ പാത്രങ്ങൾ മൂടി വെക്കണം എന്നതുവരെ പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ. ജീവിതത്തിന്റെ ഓരോ രംഗത്തും തൗഹീദ് എന്ന ആരാധനയുടെ വിഷയത്തിൽ ഏകത്വമെന്ന വിട്ടുവീഴ്ചയില്ലാത്ത ആ മഹത്തായ ആശയം പഠിപ്പിക്കുന്നതോടൊപ്പം പരലോകത്തെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തെയും വിശദമായി പ്രതിപാദിക്കുന്നതോടൊപ്പം അടുക്കളയിലെ പാത്രം മൂടിവെക്കൽ വരെ മതപരമായ ബാധ്യതയായി പഠിപ്പിക്കപ്പെട്ട ഒരു മതത്തിന്റെ അനുയായികളാണ് നമ്മൾ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. കാരണം അള്ളാഹുവിന്റെ റസൂൽ മറ്റൊരു വചനത്തിൽ പഠിപ്പിച്ചത്, ശല്യക്കാരി എലി അവിടെ തകരാറുണ്ടാക്കും. തീ അണച്ചു വെക്കണമെന്ന് പഠിപ്പിച്ച ഹദീസിന്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും, എലി കുഴപ്പമുണ്ടാക്കും, തീപിടുത്തത്തിന് കാരണമാകും. പഴയകാലത്തൊക്കെ നമുക്കറിയാം, അടുപ്പുകളിൽ പലപ്പോഴും ആ ചാരത്തിനുള്ളിൽ തീക്കനലുകൾ ഉണ്ടാകും, അത് ആളിപ്പടരാനിടയുണ്ട്. അതുകൊണ്ട് തീ അണച്ചിട്ടേ ഉറങ്ങാൻ പോകാവൂ എന്ന് കൽപ്പിച്ചു ഇസ്ലാം. ജീവിതത്തിന്റെ ഓരോ രംഗത്തേക്കും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ. ഭക്ഷണം മനുഷ്യൻ അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന് അത് ആവശ്യമാണ്. ആ ഭക്ഷണവുമായി ബന്ധപ്പെട്ടും ഹറാം ഹലാലുകൾ കൃത്യമായി പഠിപ്പിച്ചു. കുടിക്കുന്നതുമായി ബന്ധപ്പെട്ടും റസൂലുള്ളാഹി പറഞ്ഞു, ഇദാ ശരിബ അഹദുക്കും ഫലാ യതനഫസ് ഫിൽ ഇനാ. നിങ്ങൾ ആരെങ്കിലും കുടിക്കുകയാണെങ്കിൽ പാത്രത്തിൽ ഊതരുത്. ഉച്ഛ്വാസവായു അതുണ്ടാക്കുന്ന അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഈ കാര്യം ശ്രദ്ധിക്കൽ ആവശ്യമാണ്. ഊതി കുടിക്കരുത്, കുടിക്കുന്നതിൽ ഊതരുത് എന്ന് നിർദ്ദേശിച്ചിട്ടുള്ള മതം. ഭക്ഷണം എന്ന കാര്യം, അള്ളാഹുവിന്റെ അനുഗ്രഹം അത് ഉപയോഗപ്പെടുത്തുന്നിടത്ത് ഇന്ന് നമുക്കറിയാം
പ്രത്യേകിച്ചും പഠനങ്ങൾ വ്യക്തമാക്കുന്നത് ഉദരരോഗം ഏറ്റവും കൂടുതൽ എവിടെയാ? നമ്മുടെ മലബാറിലാണ്. കാരണം ഭക്ഷണശീലത്തിൽ ആ വിധത്തിൽ അപകടകരമായൊരു തലത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിച്ചേർന്നിരിക്കുന്നു എന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ ബലഅ ആദമിൻ ബിആഅൻ ശർറൻ മിൻ ബത്ൻ. വയറിനോളം മോശമായ ഒരു പാത്രവും മനുഷ്യൻ നിറച്ചിട്ടില്ല. അല്ലാഹു നമുക്ക് നൽകിയ നമ്മുടെ മഹത്തായ നമ്മുടെ ശരീരം, ആ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവമാണ് ഉദരാശയം എന്ന് പറയുന്നത്. വയറെന്ന സംവിധാനം മനസ്സുമായി ഏറെ ബന്ധമുള്ളത്. ടെൻഷൻ ഉണ്ടെങ്കിൽ വയറിന് കുഴപ്പമുണ്ടാകും. പരസ്പര ബന്ധമുള്ള മനുഷ്യ ശരീരത്തിലെ രണ്ട് ഭാഗങ്ങളാണ് അവന്റെ ബുദ്ധിയും അവന്റെ ഉദരവും എന്ന് പറയുന്നത്. ആ ഉദരവുമായി ബന്ധപ്പെട്ട് റസൂൽ പറയാണ്, ഒരു മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട പാത്രം അവന്റെ വയറാണ്. എന്നിട്ട് പറഞ്ഞു, ബിഹസ്ബി ബിനി ആദം ഉകുലാതുൻ യുഖിംന സുൽബ. അവന്റെ മുതുക് നിവർന്നു നിൽക്കാൻ മാത്രമുള്ള ഒരു ഭക്ഷണം മതി സത്യത്തിൽ മനുഷ്യന്. ഫഇൻ കാന ലാ മഹാല ഫസുലുസുൻ ലിതുആമി വസുലുസുൻ ലിശറാബി വസുലുസുൻ ലിനഫ്സി. ഇനി കൂടാതെ കഴിയില്ല എന്ന് വെച്ചാൽ 1/3 അവൻ ഭക്ഷണം കൊണ്ട് നിറച്ചോട്ടെ, 1/3 വെള്ളം കുടിച്ചോട്ടെ, ബാക്കി 1/3 അവൻ ഗ്യാസിന് വേണ്ടി വിൽക്കട്ടെ, വായുവിന് വേണ്ടി സ്വതന്ത്രമാക്കി വിടട്ടെ എന്നർത്ഥം. ആധുനിക വൈദ്യശാസ്ത്രം ഇത് വളരെ കൃത്യമായി വ്യാഖ്യാനിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ആരോഗ്യ സംരക്ഷണത്തിന്റെ ഭാഗമാണ് വയറ് ശ്രദ്ധിക്കുക എന്നുള്ളത്. കാണുന്നതൊക്കെ വാരി വലിച്ച് തിന്നലല്ല, നേരവും കാലവും നോക്കാതെ ഭക്ഷിക്കലല്ല, മറിച്ച കാര്യത്തിലൊക്കെ ശ്രദ്ധയും സൂക്ഷ്മതയും ഉണ്ടാകണം. കുലൂ വശ്റബൂ എന്ന് പറഞ്ഞിടത്ത്, തിന്നുകൊള്ളൂ കുടിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞിടത്ത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് വലാ തുസ്രിഫൂ. അമിതമായി പോകരുത്, അമിതമായി പോകും. ഒരു പഠനത്തിൽ വായിക്കാൻ സാധിച്ചു, ഒരു ലോഫ് ബ്രെഡ്, ഒരു പീസ് ബ്രെഡ് 4 കിലോമീറ്റർ നടക്കാനുള്ള ഊർജ്ജമുണ്ട് എന്നാണ്. അപ്പൊ ഞാനും നിങ്ങളൊക്കെ ദിവസം കഴിക്കുന്ന ഭക്ഷണം അത് ശരീരത്തിൽ അതിനുള്ള കലോറി ഉപയോഗപ്പെടുത്തപ്പെടണമെങ്കിൽ നമ്മൾ എത്ര കിലോമീറ്റർ ഓടേണ്ടി വരുമെന്ന് ചിന്തിക്കാൻ സാധിക്കും. അമിതമാണ് എന്റെയും നിങ്ങളുടെയൊക്കെ ആഹാരം എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ കീഴ്പ്പെട്ടിരിക്കുന്ന പ്രധാനമായ രോഗങ്ങൾക്കൊക്കെയും കാരണം അമിതാഹാരമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ ഇത്ര ഗൗരവത്തിലൂടെ പഠിപ്പിച്ചത്, നിങ്ങൾ നിറക്കുന്ന പാത്രങ്ങളിൽ ഏറ്റവും മോശം ആ പാത്രമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണം, അമിതമായി തീരരുത് എന്നുള്ളത്. ആ വിഷയങ്ങൾ പഠിപ്പിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ ആ കാര്യത്തിൽ നടത്തിയ ശ്രദ്ധയും നമുക്ക് കാണാൻ സാധിക്കും. അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസപ്പെട്ട ഒരു കാര്യം ഭക്ഷണത്തിന്റെ വിഷയത്തിലായിരുന്നു എന്നുള്ളത് ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. തുടർച്ചയായ 3 ദിവസങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് പുക ഉയരാത്ത അനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രവാചക പത്നി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ ജീവിതത്തെക്കുറിച്ച് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. 2, 3, 4 നേരങ്ങൾ. അതുമാത്രല്ല, രാത്രിയിലെ പലപ്പോഴും ഉണ്ടല്ലോ സാധാരണ ഒരു പ്രയോഗമുണ്ട്, ഹാവ് ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് എ കിങ്. ഒരു രാജാവിനെ പോലെ ആകണം, പ്രഭാത ഭക്ഷണം നന്നായി കഴിക്കണം. ആൻഡ് ലഞ്ച് ലൈക്ക് എ ക്വീൻ, ഒരു രാജ്ഞിയെ പോലെ മതി ഉച്ചഭക്ഷണം. ആൻഡ് ലൈക്ക് എ ബെഗർ, ഡിന്നർ ലൈക്ക് എ ബെഗർ എന്നാണ്. രാത്രി ഭക്ഷണം ഒരു യാചകനെ പോലെ കുറച്ചു മതി. നേരെ വിപരീതമാണ് സമുദായത്തിന്റെ ഇന്നത്തെ ശീലം. പൊട്ടിമുളച്ചുകൊണ്ടേയിരിക്കുന്നു രാത്രികാലത്ത് സജീവമാകുന്ന കടകൾ. അവിടെ ചെന്ന് 11 മണിക്കും 12 മണിക്കൊക്കെ കൂട്ടമായിരുന്ന് കുടുംബസമേതവും സുഹൃത്തുക്കളൊക്കെ ഒന്നിച്ചിരുന്ന് വയറ് നിറച്ചാഹരിക്കുകയും രാത്രി 1 മണിക്കും 2 മണിക്കൊക്കെ വീട്ടിൽ പോയി കിടന്നുറങ്ങുകയും 7 മണി 8 മണിക്കൊക്കെ എഴുന്നേൽക്കുകയും ചെയ്യുന്ന ഒരു ശീലത്തിലേക്ക് മുസ്ലിം സമുദായം എത്തിച്ചേർന്നു. അപകടമാണത്. രാത്രി ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളതും രാത്രി ഭക്ഷണം നേരത്തെയാക്കുക എന്നുള്ളതും ഒക്കെ ഇസ്ലാം പഠിപ്പിക്കുന്ന ശീലങ്ങളിൽപ്പെട്ടതാണ് എന്നുള്ളത് നാം തിരിച്ചറിയുക. കാരണം ഇതൊക്കെ മനുഷ്യന്റെ ആരോഗ്യത്തിന്റെ സംരക്ഷണത്തിന് ആവശ്യമാണ്. സൗണ്ട് മൈൻഡ് ഇസ് ഇൻ എ സൗണ്ട് ബോഡി എന്നാണ്. നല്ല ആരോഗ്യമുള്ള ഒരു ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു മനസ്സുണ്ടാകുള്ളൂ. മാനസികാരോഗ്യം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുണ്ടാകണമെങ്കിൽ ശരീരത്തിന് ആരോഗ്യമുണ്ടാകണം. രോഗാതുരമായി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ മാനസികാവസ്ഥയിലും മാറ്റം വരും, താല്പര്യങ്ങൾ നഷ്ടപ്പെടും, തന്നെക്കുറിച്ചുള്ള ആത്മവിശ്വാസത്തിൽ ഇടിവ് സംഭവിക്കും. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിന്റെ സംരക്ഷണം ഏറെ പ്രാധാന്യമുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, മൻ അസ്ബഹ മുആഫിയൻ ഫീ ജസദിഹി ആമിനൻ ഫീ സിർബിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹൈസത് ലഹു ദുനിയ. 3 കാര്യങ്ങൾ ഒരാൾക്കുണ്ടായാൽ, ഏതൊക്കെ 3 കാര്യം? 1 ശരീരത്തിന് ആരോഗ്യം, 2 കുടുംബത്തിലെ സമാധാനം, 3 അന്നത്തെ ദിവസം കഴിഞ്ഞുകൂടാനുള്ള റിസ്ക്. ഇത് 3 ഉണ്ടെങ്കിൽ അവൻ ദുനിയാവ് കീഴ്പ്പെടുത്തിയവരെ പോലെയാണ്. ഒരു വിശദീകരണം ആവശ്യമല്ല. ശരീരത്തിന് ആരോഗ്യം ഉണ്ടാവുക, വീട്ടിൽ മനസ്സമാധാനം ഉണ്ടാവുക, അന്നത്തെ
അഷ്ടിക്കുള്ള വകയുണ്ടാവും. ഇത് മൂന്നും കിട്ടിയാൽ ദുനിയാവിൽ നിങ്ങൾ വിജയിച്ചവനെ പോലെയാണ്. അതുകൊണ്ട് റസൂലിന്റെ വാക്ക് സല്ലല്ലാഹു അൽ യഖീന വൽ മുആഫാത്ത്, നിങ്ങൾ അള്ളാഹുവിനോട് രണ്ട് കാര്യങ്ങൾ ചോദിക്കണം. ഒന്ന് ഈമാൻ, ഇരു ലോകത്തെയും വിജയത്തിന്റെ നിധാനം, ശരിയായ വിശ്വാസം. അള്ളാഹുവിലും പരലോകത്തിലും പ്രവാചകന്മാരിലും വേദഗ്രന്ഥങ്ങളിലും മലക്കുകളിലും വിധിദിനത്തിലും ഖൈറും ശർറുമായ കാര്യങ്ങളൊക്കെ പടച്ചവനിൽ നിന്നാണെന്നുള്ള അടിയുറച്ച ഈമാൻ. ആ ഈമാൻ യഖീനായിരിക്കുക, അത് ജീവിതത്തിലെ സൗഭാഗ്യമാണ്. അതുകൊണ്ട് ഈമാൻ യഖീനാകാൻ വേണ്ടി നിരന്തരം നിങ്ങൾ റബ്ബിനോട് ചോദിക്കണം. രണ്ടാമത്തതിന്റെ കൂടെ റസൂൽ പറഞ്ഞു വൽ മുആഫ, ആരോഗ്യത്തിനു വേണ്ടി നിങ്ങൾ റബ്ബിനോട് ചോദിക്കണം. കാരണം ഫമാ ഊതിയ അഹദുൻ ബഅദൽ യഖീനി ഖൈറൻ മിനൽ ആഫിയ, ഈമാനിന് ശേഷം ആരോഗ്യത്തെക്കാൾ ഉത്തമമായ മറ്റൊരു സമ്മാനം, റബ്ബിൽ നിന്നുള്ളൊരു ദാനവും ഒരാൾക്ക് കിട്ടിയിട്ടില്ല. ഈമാൻ കിട്ടിയാൽ പിന്നെ അതിൻ്റെ കൂടെ ഒരു മനുഷ്യന് ലഭിക്കുന്ന വലിയ സൗഭാഗ്യമാണ് ആരോഗ്യമുള്ള ഒരു ശരീരമുണ്ടാവുക എന്ന് പറയും. സഹോദരങ്ങൾ, അള്ളാഹു നമ്മോട് എത്രയേറെ ഔദാര്യം കാണിച്ചു. ഇതുവരെയുള്ള ജീവിതകാലത്ത് സമ്പാദിച്ചത് മുഴുവൻ ചിലവഴിച്ചാലും നമ്മുടെ ഒരു വൃക്ക തകരാറിലായാൽ ചികിത്സിക്കാൻ മതിയാകില്ല. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര ആരോഗ്യത്തോടുകൂടി നമ്മൾ നടക്കുന്നു, പക്ഷേ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത്ര ലഘുവായ നിസ്സാരമായ തലച്ചോറിലെ രക്തലോമികളിൽ എവിടെയെങ്കിലും ഒരു ക്ലോട്ടിങ് വന്നാൽ ഞാനെന്ന ഭാവത്തിൽ നടക്കുന്ന എന്റെയും നിങ്ങളുടെയും ശരീരത്തിന്റെ മറുഭാഗം തളർന്നു പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. റബ്ബിന്റെ ഔദാര്യം കൊണ്ടാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ആരോഗ്യമുള്ള ഒരു ശരീരത്തെ നൽകിയ റബ്ബിനെ സ്നേഹിച്ചുകൊണ്ട് അവനിലുള്ള ഈമാൻ മുറുകെ പിടിച്ചുകൊണ്ടാകണം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് പോകാൻ. അതോടൊപ്പം ആ റബ്ബ് ഏതൊക്കെ ഹറാമുകളായി ജീവിതത്തിൽ പഠിപ്പിച്ചു തന്നുവോ അവയിൽ നിന്ന് സമ്പൂർണമായി മാറി നിൽക്കാനുള്ള ശ്രദ്ധയും സൂക്ഷ്മതയും നമ്മിലുണ്ടാകണം. പലപ്പോഴും നമുക്കറിയാം, സ്വന്തം ശരീരത്തെ, സ്വന്തം ആരോഗ്യത്തെ മനുഷ്യൻ നഷ്ടപ്പെടുത്തുന്ന, നേരത്തെ പറഞ്ഞ ഭക്ഷണം പോലെ തന്നെ ഒരു നിലക്കൊരു ഉപകാരമില്ലാത്ത മറ്റൊന്നാണ് പുകവലി എന്ന് പറയുന്നത്. നമ്മുടെ ഇടയിൽ, പ്രത്യേകിച്ച് പുതിയ തലമുറയിൽ അതൊരു ഫാഷനായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുക. ഒരു പഫ്, പലപ്പോഴും സൗഹൃദത്തിനു വേണ്ടിയാണ് ലഹരി എന്ന പോലെ പുകവലിയും ആരംഭിക്കാറുള്ളത്. വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. സൂറത്ത് ബഖറ 195 ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നതാണ്, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കൈകളെ നാശത്തിലേക്കിടരുത്, നിങ്ങൾ നന്മ പ്രവർത്തിക്കണം. കാരണം നന്മ പ്രവർത്തിക്കുന്നവരെയാണ് അല്ലാഹുവിന് ഇഷ്ടം. സ്വന്തം കൈകൾ കൊണ്ട് നാശം വരുത്തി വെക്കുക സാമ്പത്തിക നഷ്ടമാണെന്നറിയാം, സ്വന്തം ശരീരത്തിന് ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നതാണെന്നറിയാം. പിന്നെ എന്ത് ഗുണം അതുകൊണ്ട് കിട്ടുന്നു? ഒന്നുമില്ല പ്രത്യേകിച്ച്. പുകവലി എന്ന മാരകമായ തിന്മ ശീലിച്ചിട്ടുള്ള ആളുകൾ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി ശ്രമിക്കും. മക്കളെ അത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കും. അതുപോലെ തന്നെ ആരോഗ്യത്തെ നഷ്ടപ്പെടുത്തുന്ന എന്തൊക്കെ ശീലങ്ങളുണ്ടോ അതൊക്കെ മാറ്റി പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന, നേരത്തെ ഉറങ്ങിയും നേരത്തെ എഴുന്നേറ്റും ആരാധനകൾ കൃത്യമായി അനുഷ്ഠിച്ചും വൃത്തിയും ശുദ്ധിയും ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും കാത്തുസൂക്ഷിച്ചും ഈമാൻ കൊണ്ട് നിറഞ്ഞ ഒരു മനസ്സും ആരോഗ്യമുള്ള ഒരു ശരീരവും എന്നൊന്നും നിലനിൽക്കാൻ ആവശ്യമായ പരിശ്രമങ്ങളും പ്രാർത്ഥനയും നാം നടത്തിക്കൊണ്ടേയിരിക്കുക. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാനും സൽക്കർമ്മങ്ങൾ അധികമധികമായി ചെയ്യാനും സാധ്യമാകുന്ന നിലക്ക് ആരോഗ്യമുള്ള മനസ്സും ശരീരവും നൽകി റഹ്മാനായ റബ്ബ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് സ്വല്ലല്ലാഹു അലാ നബിയ്യി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിന്റെ നിഖില മേഖലകളിലും ഖുർആനിന്റെയും സുന്നത്തിന്റെയും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ ചിട്ടപ്പെടുത്തണമെന്ന് സ്വന്തത്തെയും നിങ്ങളെയും ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. പ്രാർത്ഥന മുഅ്മിനിന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാതിരിക്കാനുള്ള പ്രാർത്ഥന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക വതഹവ്വുലി ആഫിയതിക വഫുജ്അതി നിഖമതിക വമിൻ ജമീഇ സുഖ്തിക. അല്ലാഹുവേ, ഇന്നി അഊദു ബിക മിൻ സവാലി നിഅമതിക,
നീ നൽകിയിരിക്കുന്ന അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. നമ്മുടെ ആരോഗ്യം അള്ളാഹു തന്ന അനുഗ്രഹമാണ്. അത് നഷ്ടപ്പെടാൻ നിമിഷങ്ങൾ മതിയാകും. അതുകൊണ്ട് റബ്ബ് നൽകിയിരിക്കുന്ന അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ നിന്ന് സദാ റബ്ബിനോട് രക്ഷ ചോദിക്കുക. റസൂലുള്ളാഹി പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. വതഹവ്വുലി ആഫിയതിക്, നീ തന്നിരിക്കുന്ന ആഫിയത്തുണ്ട്, ശാരീരികമായ ആരോഗ്യം, അതില്ലാതായി പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വഫുജ്അതി നിഖമതിക്, പെട്ടെന്ന് സംഭവിക്കുന്ന നിന്റെ ശിക്ഷകളിൽ നിന്നും, വമിൻ ജമീഇ സുഖതിക്, എല്ലാവിധത്തിലുള്ള നിന്റെ കോപങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു എന്ന പ്രാർത്ഥന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന നാം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക. മറ്റൊരു റിവായത്തിൽ കാണാം, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി വആഫിനി ഫീ സമഇ വആഫിനി ഫീ ബസ്വരി ലാ ഇലാഹ ഇല്ലാ അൻത. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന, അല്ലാഹുമ്മ ആഫിനി ഫീ ബദനി, അല്ലാഹു എന്റെ ശരീരത്തിന് നീ ആരോഗ്യം നൽകണമേ. വആഫിനി ഫീ സമഇ, എന്റെ കേൾവിക്ക് നീ ആരോഗ്യം നൽകണേ. വആഫിനി ഫീ ബസ്വരി, എന്റെ കാഴ്ചക്ക് നീ ആരോഗ്യം നൽകണമേ. ലാ ഇലാഹ ഇല്ലാ അൻത. എല്ലാ കാര്യവും പറയുന്നതിന്റെ കൂടെ ഒരു വിശ്വാസിക്ക് പറയാനുള്ളത് ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ മറ്റൊരു ഇലാഹില്ല. തൗഹീദിന്റെ സന്ദേശം. എനിക്കെന്റെ റബ്ബ് മാത്രമേ ഉള്ളൂ, ഒക്കെ ചോദിക്കാൻ നീയേ ഉള്ളൂ. അതുകൊണ്ട് നിന്റെ മുന്നിൽ എൻ്റെ മനസ്സിന്റെ ആവശ്യം ഞാനിതാ ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് ഈ പ്രാർത്ഥന നാം വർദ്ധിപ്പിക്കുക. അള്ളാഹു നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹത്തിന്റെ വില തിരിച്ചറിയുക. അതോടൊപ്പം അത് നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ ചികിത്സാ മുറകൾ സ്വീകരിക്കുക. ആ ചികിത്സാ മുറകൾ അള്ളാഹു അനുവദിച്ചതാകണമെന്നതും പ്രാധാന്യമുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും ഹറാമുകൾ ചികിത്സാ രീതിക്ക് വേണ്ടി സ്വീകരിക്കരുത്. അള്ളാഹു അനുവദിച്ച ചികിത്സാ മുറകൾ സ്വീകരിക്കുക എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന. ഏറ്റവും പ്രധാനം മനസ്സിന്റെ ആരോഗ്യമാണ്. ആ ആരോഗ്യം അല്ലദീന ആമനു വതതുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തതുമഇന്നുൽ ഖുലൂബ്. വിശ്വാസികളുടെ പ്രത്യേകത എന്താണ്? അവർ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊണ്ട് അവർ അള്ളാഹുവിനെ എപ്പോഴും സ്മരിക്കുന്നവരാണ്. ആ സ്മരണയിലൂടെയാണ് അവരുടെ ഹൃദയത്തിന്റെ ശാന്തി ലഭിക്കുന്നത്. മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മയിലാണ്, അള്ളാഹുവിനെ തിരിച്ചറിയുന്നതിലാണ്, പരലോകത്ത് അറിഞ്ഞു പ്രവർത്തിക്കുന്നതിലാണ്. ശരീരത്തിന്റെ ആരോഗ്യം എന്നതും അടിസ്ഥാനപരമായി ആ റബ്ബിന് കീഴ്പ്പെട്ട് അവന് വിധേയരായി ഹലാലിലൂടെ മാത്രം ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലാണ്. അതോടൊപ്പം റഹ്മാനായ നാഥനോട് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുക. അള്ളാഹു നൽകിയിരിക്കുന്ന ഈ അനുഗ്രഹം നീങ്ങിപ്പോകുന്നതിൽ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്ന ഓരോ രോഗവും നമുക്കുള്ള സൂചനയാണ്. നരയുടെ എണ്ണം കൂടുമ്പോൾ സൂചനയാണ്. റബ്ബിലേക്കുള്ള യാത്രക്കിത സമയമായിരിക്കുന്നു എന്നുള്ള സൂചനയാണ്. കുനിഞ്ഞു നിൽക്കുമ്പോൾ പണ്ടത്തെ പോലെ ദീർഘനേരം റുക്കൂഴിൽ നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ സൂചനയാണ്. ഇതാ മുട്ടുമടക്കാൻ പ്രയാസമുണ്ട്. സുജൂദിൽ പോകുമ്പോൾ പണ്ടത്തേനേക്കാൾ പ്രയാസമുണ്ട്, സൂചനയാണ്. ജീവിതത്തിന്റെ അന്ത്യത്തിലേക്ക് ഞാൻ അടുത്തിരിക്കുന്നു എന്നുള്ള സൂചനയാണ്. അതുകൊണ്ട് ആ അന്ത്യം അത് ഈമാനോടുകൂടി ആകണമേ. പരമാവധി നിനക്ക് ഇബാദത്ത് ചെയ്യാനുള്ള ആരോഗ്യം നീ എനിക്ക് നൽകണമേ എന്ന് റഹ്മാനായ റബ്ബിനോട് നിരന്തരമായി നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഏതെങ്കിലും രോഗങ്ങൾ വന്നാൽ ഇതൊരു പരീക്ഷണമാണ്, പടച്ചോനെ മനസ്സിലാക്കാൻ. ഇതിൽ ക്ഷമിച്ചാൽ എനിക്ക് റബ്ബിൽ നിന്ന് പ്രതിഫലമുണ്ട് എന്ന് മനസ്സിലാക്കി സമാധാനമുള്ള മനസ്സോടുകൂടി അള്ളാഹുവിൽ വിശ്വാസം വർദ്ധിക്കാൻ രോഗങ്ങൾ കാരണമായി തീരണം. ആ നിലക്ക് നാം നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുക, സംസ്കരിക്കുക, ആരോഗ്യശീലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പാലിക്കുക, അത് സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഈമാൻ കൊണ്ട് മാനസികമായ ആരോഗ്യവും ത്വഹാറത്ത് കൊണ്ട്, വിശുദ്ധി കൊണ്ട് ശാരീരികമായ ആരോഗ്യവും നിലനിർത്തി ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ സംസ്കാരത്തിന്റെ ജീവിക്കുന്ന മാതൃകളാകാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ സന്തതികളെ, നമ്മുടെ വീട്ടുകാരെ എല്ലാവരെയും ഈ കാര്യങ്ങൾ നാം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയും ചെയ്യുക. അതോടൊപ്പം സാന്ദർഭികമായി ഉൾക്കൊള്ളേണ്ടുന്ന ഓരോ കാര്യങ്ങളും കൃത്യമായി നാം ശ്രദ്ധിക്കുക. നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ വിഷയം, മദ്രസയിലെ പഠനത്തിന്റെ വിഷയം, പരീക്ഷ അടുത്തു വരുന്ന സന്ദർഭത്തിലുള്ള അവരുടെ പഠന കാര്യങ്ങൾ, നാട്ടിൽ നടക്കുന്ന സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതിലുള്ള നമ്മുടെ പങ്കാളിത്തങ്ങൾ, ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. നമ്മുടെ മതപഠനം ഏറെ പ്രാധാന്യമുള്ളതാണ്. അവിടെ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാർ വലിയ പങ്കാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ ധാർമ്മികത നിലനിർത്തുന്നതിൽ. കാരണം അള്ളാഹുവിനെ ഓർക്കുന്ന, പരലോകത്തോർക്കുന്ന ഒരു തലമുറ ഉണ്ടാവുക എന്നതാണ് ദീനീ ലോകത്ത് നിലനിൽക്കാൻ ഏറ്റവും പ്രധാനം. അത് പഠിപ്പിക്കുന്ന ആളുകൾ, ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ ഏറ്റവും ഉത്തമർ ഖുർആൻ
പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. മദ്രസ അധ്യാപകർക്ക് പൊതുവെ നമുക്കറിയാം ശമ്പളം വളരെ കുറവാണ്. അവരിൽ പല ആളുകളും മറ്റു ജോലിക്ക് പോകാൻ പലവിധ കാരണങ്ങളാൽ സാധിക്കാത്ത ആളുകളാണ്. നമ്മുടെ സംഘടനയ്ക്ക് കീഴിൽ ഒരു ക്ഷേമനിധി മദ്രസാധ്യാപകർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതിലേക്കുള്ള സാമ്പത്തികമായ സമാഹരണം ഇൻഷാ അല്ലാഹ് ഇന്ന് നമസ്കാരത്തിന് ശേഷം പിരിഞ്ഞു പോകുന്ന സമയത്തുണ്ട്. അതിലെല്ലാ ആളുകളും പങ്കാളികളാകണമെന്നുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ആഫിയത്തോടുകൂടി കൂടുതൽ കൂടുതൽ ഇബാദത്ത് നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് إنك مجيب الدعوات يا قاضي الحاجات اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الكفر والكافرين اللهم باعد بيننا وبين خطايانا كما باعدت بين المشرق والمغرب اللهم انصر من نصر دين محمد صلى الله عليه وسلم اللهم اخذل من خذل دين محمد صلى الله عليه وسلم اللهم عافنا في أبداننا اللهم عافنا في أبصارنا اللهم عافنا في أسماعنا يا رب العالمين لا إله إلا أنت سبحانك إنا كنا من الظالمين اللهم اجعل القرآن ربيع قلوبنا يا رب العالمين ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين 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 برحمتك يا أرحم الراحمين وصلى الله على النبي وعلى آله وصحبه أجمعين والحمد لله رب العالمين.